ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ തന്നെ വാലിഡ് ആവുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാട്ട് ദേ റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. യെസ്, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ, ആ ഒരു തീരുമാനം എടുക്കുന്നത് മാത്രമല്ല അത് നടപ്പിലാക്കാനും കൂടി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഇത്രയും നാളും പിന്നിലേക്ക്, അല്ലെങ്കിൽ അവർ വളരെയധികം സ്ലോ ആയിട്ട് ചിന്തിച്ചിരുന്ന ഒരു കാര്യം വളരെ ഫാസ്റ്റായിട്ട് ലൈഫിൽ പ്രാവർത്തികമാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മൊമെൻ്റാണിത് എന്ന് കാണുന്നു. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ തന്നെയുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ് എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ആർക്കേഞ്ചൽ മിഖായേലാണ് വന്നിട്ടുള്ളത്. ഒരു ശക്തമായിട്ടുള്ള ലവ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ഒക്കെ, ലവിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ തരുന്ന ഏഞ്ചലാണ് ആർക്കേഞ്ചൽ മിഖായേൽ. ആ ഒരു ഏഞ്ചലിൻ്റെ ഒരു സപ്പോർട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ലവ് എനർജി വൈബ്രേഷനിലാണ് ചേഞ്ചസ് കാണുന്നത്. ഓക്കെ, യെസ്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ ആകെ കൂടി കെട്ടി വരിഞ്ഞ് മുറുകിയിരിക്കുന്നൊരവസ്ഥ. അതായത് അവർക്ക് ചലിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനോ കഴിയാത്തതായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവരുടെ എനർജി എങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒരു മാറ്റം സംഭവിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചാണ്. ഒരിക്കലും നിങ്ങൾ സംഭവിക്കില്ല എന്ന് ചിന്തിച്ചൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു. അതായത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ചിലപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻഡായി പോയിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക് പോലെ സംഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് തരുന്നൊരു ഗൈഡൻസ് മെസ്സേജ്. ആൻഡ് യെസ്, അവർക്ക് ഈ ഒരു സമയത്ത് അവർക്ക് മറ്റെന്തോ ഒരു കാര്യത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു നോ കോണ്ടാക്റ്റ് തുടർന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ ആ ഒരു റിയൽ ഫേസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, മറ്റൊരു വ്യക്തിയോടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ഇടയായതെങ്കിൽ അതിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നാളും ഒരു വ്യക്തിയെ ഒപ്പോസ് ചെയ്യാൻ കഴിയാത്തതിനാലേ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് എതിർത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോട് ബന്ധിക്കപ്പെട്ടതുപോലെ ഉള്ളൊരു സിറ്റുവേഷൻ ആണെന്നെങ്കിൽ അതിൽ നിന്നെല്ലാം അവർ പുറത്തേക്ക് കടക്കുന്നൊരവസ്ഥ അങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ആൻഡ് യെസ്, ഈ റിലേഷൻഷിപ്പിനെ നോക്കി വളരെയധികം ഇഷ്ടമില്ലാത്ത കുറേ വ്യക്തികൾ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനോട് അസൂയ തോന്നുന്ന കുറേ വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിലുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള ആരെങ്കിലുമോ ഒക്കെ ആയിരിക്കാം നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ സെപ്പറേഷനിലായ വ്യക്തികളുണ്ട്. അപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ള സാഹചര്യത്തെക്കാളും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന സാഹചര്യത്തെക്കാളും നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തുണ്ടായ സന്തോഷമാണ് അവർക്ക്
ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവരുടെ ലൈഫിൽ മിസ്സ് ചെയ്യുന്നത് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി എനർജീസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. പക്ഷേ ആ ഒരു എനർജി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും അകന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ വ്യക്തി വളരെ ശക്തമായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ തന്നെയാണെന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഇൻറ്റ്യൂഷൻസ് പലതും നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. ഏതോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പീരീഡിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അകലും എന്നുള്ള ആ ഒരു മൊമെൻറ്റിൽ അവർ പെട്ടെന്നാണ് തിരിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഇനി ഈ റിലേഷൻഷിപ്പ് വിട്ട് പോയാൽ അവരുടെ ലൈഫിൽ തന്നെ ഒരു ശൂന്യത അവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു തിരിച്ചറിവ് വളരെ പെട്ടെന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ആ വ്യക്തി അത് തന്നെയാണ് നിങ്ങളോട് അറിയിക്കാനും ആഗ്രഹിക്കുന്നത്. അവർക്ക് ആ ഒരു ചേഞ്ച് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ സംഭവിച്ചിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചേഞ്ച് ആയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെയുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുകയാണ്. അവരിപ്പോൾ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അതായത് അവർക്ക് ഒപ്പോസ് ചെയ്യാൻ കഴിയാതിരുന്ന, എതിർക്കാൻ കഴിയാതിരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരതെല്ലാം ഉപേക്ഷിച്ച് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും നിങ്ങളോട് നേരിട്ട് കണ്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സ്റ്റോം വാർണിംഗ് കാണുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ ശക്തമായിട്ടുള്ള ഒപ്പോസിഷൻസ് ഉണ്ട്. മറ്റു വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഉള്ള ഒപ്പോസിഷൻസ് ആണത്. ചിലപ്പോൾ കാസ്റ്റ് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്തതായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നതെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ റിയൽ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രയോറിറ്റി എന്താണ് അവരുടെ ലൈഫിൽ എന്നുള്ളതെല്ലാം അവർ തിരിച്ചറിയുന്നൊരു മൊമെൻറ്റ് കൂടിയാണ്. ഓക്കെ, ഓരോ നിമിഷവും അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വളരെയധികം പേഷ്യൻസോടു കൂടി തന്നെ അവരുടെ സാഹചര്യങ്ങളോട് തന്നെ അവരിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും കാണുന്നുണ്ട്. അവർ ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുകയാണ്. അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് പറയുന്നുണ്ട്. ആൻഡ് അവർക്ക് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. വൈറ്റ് കളറിലുള്ള ബേർഡ്സിനെയോ ഏഞ്ചൽ നമ്പേഴ്സിനെയോ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ സ്വപ്നങ്ങളിൽ കാണുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിന് തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈഫ് ലോങ് ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്നേഹം നിങ്ങളറിയാതെ തന്നെ സീക്രട്ടായിട്ട് ഇപ്പോഴും അവർ നിങ്ങളെ പ്രണയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. ആൻഡ് ഇവിടെ ഒരു ടെമ്പിൾ പാത്ത് വീണ്ടും കാണുന്നുണ്ട്. അതായത് സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജീസ് കൊണ്ടുവരുന്നതും ആ ഒരു പാത്ത് തന്നെയാണ്. ആ ഒരു പാത്തിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. യൂണിവേഴ്സൽ ഗൈഡൻസ് മെസ്സേജ് കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഒരു മൊമെൻറ്റിൽ തന്നെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നതായിട്ട് നിങ്ങൾ ആ ഒരു അഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക. എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു മെസ്സേജ് തന്നെയാണ്. അത്രയും ശക്തമായിട്ടുള്ള അഫർമേഷനാണത്. ഓക്കെ, അത്രയും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ തന്നെ നിങ്ങളത് സ്വയം പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.